സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ മുന്നറിയിപ്പ് കൂടാതെ 86 തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ച തൊഴിലാളികൾ ആശുപത്രിയുടെ മുന്നിൽ ആരംഭിച്ച കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്. പിരിച്ചുവിട്ട ജീവനക്കാരെ പുനർനിയമിക്കും വരെ സമരം തുടരുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും പിരിച്ചുവിട്ട ജീവനക്കാരുടെ അനിശ്ചിതകാല കുത്തിയിരിപ്പ് സമരം ആശുപത്രിക്ക് മുന്നിൽ തുടരുകയാണ്. വിവിധ വകുപ്പിൽ 18 വർഷമായി ജോലി ചെയ്യുന്ന 86 പേരെയാണ് മുന്നറിയിപ്പ് കൂടാതെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പിരിച്ചുവിട്ടത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെന്നാണ് ജീവനക്കാരുടെ ആരോപണം. ആ ജീവനക്കാരെ യാതൊരു മാനദണ്ഡവുമില്ലാതെ പെട്ടെന്നൊരു ദിവസം പറയുന്നു 30-ാം തീയതിക്ക് ശേഷം നിങ്ങൾ ജീവനക്കാരും ജോലിക്ക് ഹാജരാവേണ്ടതില്ല, നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു, പുതിയ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം പിരിച്ചുവിട്ടിരിക്കുന്നു എന്നൊക്കെ ഒരു സാധനം നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞു. ആ രൂപത്തിലേക്കാണ് നമ്മൾ ഇന്നത്തേക്ക് സമരത്തിലേക്ക് പ്ലാൻ ചെയ്തത്. എന്നാൽ ജീവനക്കാരുടെ ഒരു ലേബർ നിയമപ്രകാരം അല്ലെങ്കിൽ തൊഴിൽ നിയമപ്രകാരം ജീവനക്കാർക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ഹനിക്കുന്ന രൂപത്തിലേക്കുള്ള തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഭരണസമിതി രൂപത്തിലേക്ക് വന്നിരിക്കുന്നത് ജീവനക്കാർക്ക് ഒരു മുൻകൂടി നോട്ടീസ് നൽകുകയോ അല്ലെങ്കിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയോ അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണോ തുടർന്ന് ഈ ജീവനക്കാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യാത്തതിൻ്റെ സാഹചര്യം ഒന്നും വിശദമാക്കാതെ ഒരു ഇൻ്റർവ്യൂ നടത്തുകയും ആ ഇൻ്റർവ്യൂ നടത്തിയാൽ തന്നെ ഒരു കൃത്യമായ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമല്ല അവിടെ നടത്തിയിട്ടുണ്ടായിരിക്കുന്നത്. കാരണം ഇന്ന് ഈ സമരം ചെയ്യുന്ന ഈ സമയം വരെ ഈ ഇൻ്റർവ്യൂ നടത്തിയതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയോ അതേ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഭരണസമിതി രൂപത്തിലേക്ക് പുറത്ത് എഴുതിപ്പിച്ചില്ല. ബോണ്ട് പുതുക്കി നൽകി ജീവനക്കാരെ പുനർനിയമിക്കും വരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. CITU നേതൃത്വത്തിൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനമായി പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിലെത്തി. കൈരളി ന്യൂസ്, വയനാട്.